XSCയുടെ മറ്റൊരു അറ്റാക്കാണ് ഇത്. നമ്മൾ XSC അറ്റാക്ക് വഴി SSRF റൺ ചെയ്യുന്നു. SSRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിനെ കൊണ്ട് സെർവറിന്റെ ഇന്റേണലിലേക്ക് ആക്സസ് എടുപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ജസ്റ്റ് മെഷീൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പ്രോക്സി ഞാൻ ക്ലിയർ ചെയ്യുന്നു. പ്രോക്സി ഓൺ ആക്കി. വ്യൂ ഡീറ്റെയിൽസ്. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ഇനി ആ കമാൻഡിലാണ് XML വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. ദെൻ XML ഉള്ള ഭാഗം നോക്കി XML ഉള്ള ഒരു കോഡ് കിട്ടി. നേരെ അതിനകത്ത് സെൻഡ് ചെയ്യാം, റിപ്പീറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്നു. ദെൻ റിപ്പീറ്ററിൽ അത് വർക്കിംഗ് അല്ലേ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സെൻഡ് അടിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നത്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നേരത്തെ കണ്ടതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫയൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഡ് ആവശ്യമുണ്ട്. അത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. എക്സ്റ്റേണൽ കോഡാണ് നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ ആവശ്യമുണ്ട്. ഇതിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫയൽ ആക്സസ് ചെയ്തു, അടുത്ത SSRF ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യണം. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? അതും കൂടി ഇവിടെ ആ ലൈൻ ജസ്റ്റ് ആദ്യം ആഡ് ചെയ്യാം. ഇനി ഇതിലെ ചേഞ്ചസ് വരുത്തണം. നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? നമുക്കിവിടെ ഫയൽ അല്ല ആക്സസ് ചെയ്യേണ്ടിയിരുന്നത്. സോ നമുക്കിവിടെ ഫയൽ എന്നുള്ള ഈ ഭാഗം ഒഴിവാക്കാം. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. കാരണം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഡോക് ടൈപ്പ് എന്നുകൊണ്ട് വെച്ചാൽ ഏത് ഡോക്യുമെന്റ് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തരത്തിൽ എന്താണ്? DTD ആണ്. DTD എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ടൈപ്പ് ഡിക്ലറേഷൻ. അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഡോക്യുമെന്റ് ടൈപ്പ് ഡിക്ലറേഷൻ അതാണ് ഇവിടെ ചുരുക്കി ഇവിടെ എന്താണ്? DTD. ഓക്കെ, ഡോക് ടൈപ്പ്, ഡോക്യുമെന്റ് ടൈപ്പ് ഡിക്ലറേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? XML ഒരു ഡോക്യുമെന്റ് തുടങ്ങുമ്പോൾ അതിനൊരു പാരന്റ് നെയിം വേണം. അതാണ് ഇവിടെ ഫു എന്ന് പറഞ്ഞു കൊടുത്തത്. എന്ത് പേരും കൊടുക്കാം, ഏത് പേരും കൊടുക്കാം. ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് ഫു അവർ കൊടുത്തോണ്ട് ഞാനത് കീപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. അതൊരു പാരന്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, എന്ന് പറഞ്ഞാൽ റൂട്ട് എലമെന്റ്. ഇതൊരു XML ആണല്ലോ. XML ഏറ്റവും ടോപ്പ് നിൽക്കേണ്ടത് ഇയാളാണ്. XML ഒരുപാട് ഡാറ്റ ഉണ്ട്. അവിടെ സ്റ്റോക്ക് ചെക്ക് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിലൊക്കെ ആദ്യം റൺ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് എലമെന്റ്. ആ ഒരു കോഡില് ഫസ്റ്റ് എലമെന്റ്, ആ ഒരു ഡാറ്റയിൽ ഫസ്റ്റ് ആക്സസ് ചെയ്യേണ്ട ഭാഗം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ റൂട്ട് എലമെന്റ് എന്ന് പറയും. ഇത് റൂട്ട് എലമെന്റ് നെയിമാണ്. ദെൻ ആ റൂട്ട് എലമെന്റ് നെയിമിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് അവിടെയുള്ള ഒരു സിസ്റ്റം എക്സ്റ്റേണൽ ഡാറ്റനെ ആക്സസ് ചെയ്യണം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഈ കോഡിന്റെ ഉള്ളിൽ ഇല്ലാത്ത പുറത്തുള്ള ഒരാളെ ആക്സസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു പുതിയൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ലൈന് കാണുന്നത് ഒരു എൻറ്റിറ്റി ക്രിയേഷൻ ആണ്. എങ്ങനെ നമ്മൾ ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഈ രീതിയിൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കൊടുക്കണം. ദെൻ ആ എൻറ്റിറ്റിക്ക് ഒരു പേര് വേണം. ഒരു പുതിയ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. ഈ ഫയലിൽ ഇല്ലാത്തൊരു സാധനം നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. പുതിയൊരു പുറത്തുള്ള ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ഡാറ്റനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഇവിടെ എൻറ്റിറ്റി എന്ന് കൊടുത്തത്. ആ എൻറ്റിറ്റിക്ക് ഒരു പേര് വേണം. അതാണ് XXE. അതും എന്ത് പേരും കൊടുക്കാം. ഓക്കെ, ഈ XXE തന്നെ കൊടുക്കണമെന്നില്ല, ഇതിങ്ങനെ ഫൂ തന്നെ കൊടുക്കണമെന്നില്ല, എന്ത് പേരും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരുടെ ഒരു ലിങ്കിലേക്ക്, ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അവർ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് വിച്ച് ഈസ് നമ്മൾ ഈ ഒരു URL ആക്സസ് ചെയ്യണം. ഓക്കെ, ഈ URL പ്രത്യേകം എന്താണ്? ഇത് അവരുടെ റിമോട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലുള്ള മറ്റൊരു IP ആണ്. നമുക്ക് നേരിട്ട് ഇതിൽ ഈ IP-യിലേക്ക് പോകാൻ പറ്റില്ല. അവരുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഈ IP-യിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ഈ IP ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? അവരുടെ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു IP റൺ ചെയ്യുന്നു. ഞാനിത് കോപ്പി ചെയ്യുന്നു. ദെൻ പർപ്പിൽ ഞാൻ സിസ്റ്റത്തിന് ശേഷം അത് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ആ ഒരു പാത്ത് കൊടുക്കുന്നു. നേരത്തെ ഫയലാണ് ഞാൻ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആക്സസ് ചെയ്യുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ
ഡിവൈസിനെയാണ് ഞാനിവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനതോടെ സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്തു. ഇനി ഞാനൊന്ന് സെൻഡ് കൊടുത്ത് നോക്കാം. എറർ ഉണ്ട്. സോറി, നമ്മൾ XFC റൺ ചെയ്തില്ല. എന്ത് ചെയ്യണം? അത് റൺ ചെയ്യണ്ടേ? ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ റൺ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? XC സെമികോളൻ എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ആൻഡ് XXC സെമികോളൻ. ദെൻ നമ്മൾ സെൻഡ് കൊടുക്കുമ്പോൾ വീണ്ടും എറർ. XXC ഇവിടെ ഡബിൾ കോഡ്സ് ഇട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? സംഗതി വർക്കായി എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഇൻവാലിഡ് പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി എന്തോ ഒരു 1 എന്നോ 2 എന്നോ കൊടുക്കേണ്ട സ്ഥലത്താണ് നമ്മൾ ഇത് റൺ ചെയ്തത്. പക്ഷെ ഇവിടെ ലേറ്റസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് വന്നു. അർത്ഥം എന്താണ്? നമുക്കിവിടെ ഇവരുടെ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് നമുക്കൊരു ആക്സസ് കിട്ടി. ഓക്കെ, ഈ IP ഇവിടെ വർക്കിംഗ് ആയതുകൊണ്ടാണ്, വർക്കിംഗ് ആണെന്ന് സർവർ തന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമുക്കിവിടെ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? തെറ്റായിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ കൊടുത്തെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ IP ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? നമുക്ക് അവിടെ കണക്ഷൻ റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. ഇവിടെ എന്താണ്? നമുക്ക് കറക്റ്റ് IP എക്സാക്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് IP കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണിച്ചത്? ലേറ്റസ്റ്റ് എന്നുള്ള ഔട്ട്പുട്ട് വന്നത്. ഇനിയാണ് നമ്മളുടെ ഒരു ക്രൂഷ്യൽ പാർട്ട്. ഇനി കംപ്ലീറ്റ് ബ്രൂട്ട് ഫോഴ്സിംഗ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്തോ ഒരു പാത്ത് ഉണ്ട്, പക്ഷെ അതെന്ത് പാത്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ആ ഒരു എക്സാക്ട് പാത്ത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി. ഈ ഒരു ലിങ്കിലേക്ക് നമുക്ക് പോയപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു തന്നത്? ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്കിൽ പോയാൽ എന്താണ് ഫയൽ അവിടെ ഉള്ളത്? ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി മാത്രമാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ആ ലേറ്റസ്റ്റും കൂടി, അപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി അവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാൻ എന്ത് ചെയ്തു? ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഡയറക്ടറിന്റെ ഉള്ളിൽ കയറുന്നു. എന്ത് കൊടുത്താൽ മതി? ഇവിടെ ലേറ്റസ്റ്റ് എന്ന് കൊടുക്കാം, സെൻഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റി, അവിടെ മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആ മെറ്റാഡാറ്റന്റെ ഉള്ളിൽ കയറാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ലേറ്റസ്റ്റിന് ശേഷം മെറ്റാഡാറ്റ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും സെൻഡ് എടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ വല്ല ഫയൽ ഉണ്ടോ? യെസ്, അവിടെ അയാം ഉണ്ട്. ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ്. അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്ലൗഡിലുള്ള ഒരു ഫയലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ക്ലൗഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ തുടങ്ങി. അയാം ഇവിടെ കണ്ടു. സോ ഞാനിവിടെ എന്ത് ചെയ്തു? മെറ്റാഡാറ്റ എന്നുള്ള ഭാഗത്ത് അയാം, ശേഷം അയാമും കൂടി കൊടുത്തു. അതിന്റെ അപ്പുറത്തോട്ട് ഇനി ഫയൽ ഇട്ട് നോക്കി. അയാം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? സെൻഡ് ചെയ്തു. ദെൻ അവിടെ കാണിക്കുന്നുണ്ട് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഞാൻ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് എന്ന് കൊടുത്തു. അങ്ങനെ അവരുടെ പാത്ത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഫോൾഡറിൽ കയറുമ്പോഴും അടുത്ത ഫോൾഡർ എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് റൺ ചെയ്തു. അവിടെ അഡ്മിൻ ഉണ്ട്. ഓക്കെ, ദെൻ സ്ലാഷ് അഡ്മിൻ. ദെൻ നമ്മൾ സെൻഡ് അടിക്കുന്ന സമയത്ത് എനിക്ക് ഈ കാണുന്ന എന്താണ്? ക്ലൗഡിലേക്കുള്ള ആക്സസ് ആണ് ഈ കാണുന്നത്. ക്ലൗഡ് അഡ്മിന്റെ ക്ലൗഡ് ആക്സസ് ആണ് ഈ കാണുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്ലൗഡ് പെൻ ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കും. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ആയിട്ട് കയറാൻ പറ്റും. ആക്സസിങ് ക്ലൗഡ് വഴി കയറാൻ പറ്റുന്ന ആക്സസ് ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇത് തന്നെ ഇത് മതി നമുക്ക്. ശരിക്കും നമ്മൾ റിയൽ ടൈമിൽ എന്താണ് ക്ലൗഡിലേക്ക്, പിന്നെ നമ്മൾ AWS CLI എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ക്ലൗഡ് പെൻ ടെസ്റ്റിംഗിൽ പഠിക്കും, എങ്ങനെയാണ് ക്ലൗഡിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ പ്രധാനപ്പെട്ട ഒരു ക്രെഡൻഷ്യൽ ഡാറ്റ നമുക്ക് അവരുടെ സർവറിൽ നിന്ന് കിട്ടി. അവരുടെ ഏതോ ഒരു സർവറിൽ, ഈ സർവർ നമുക്ക് നേരിട്ട് ആക്സസിബിൾ ആയിരുന്നില്ല, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തു? ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു സർവർ നമുക്ക് എന്തല്ല, നമ്മൾ നേരത്തെ കണ്ടോ, ഇത് നമ്മൾ പുറത്തുനിന്ന് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സസിബിൾ അല്ല. കാരണം ഈ IP നമുക്ക് ആക്സസിബിൾ അല്ല, നമുക്കിത് ആക്സസിബിൾ അല്ല. പക്ഷെ ഇത് ആർക്ക് ആക്സസിബിൾ ആണ്? നമ്മുടെ ടാർഗറ്റിന് ഇത് ആക്സസിബിൾ ആണ്. ആരാണ് നമ്മളുടെ ടാർഗറ്റ്? ഈ കാണുന്ന ഹോസ്റ്റ് ID, ഇവിടെ കാണുന്ന ഹോസ്റ്റ്, ഇവർക്ക് ഇത് ആക്സസിബിൾ ആണ്.
നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഒരു IP ആക്സസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്തു, അവർ ത്രൂ അവരുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ആക്സസ് ചെയ്തു, അവിടെയുള്ള ഡാറ്റ നമ്മൾ ഓക്കെ. ഇതോടുകൂടി നമ്മൾ മെഷീൻ കംപ്ലീറ്റഡ് ആയി. മെഷീൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.